Z is equal to A plus IB. If A is equal to 0, we get Z is equal to IB, which is called a pure imaginary number. Okay. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു B 0 ആകുമ്പോൾ നമുക്ക് Z എന്ത് വരും? A കിട്ടും. It's a pure real number. കാരണം A റിയൽ നമ്പർ ആണ്. സോ Z is equal to A എന്ന് പറയുമ്പോൾ that is റിയൽ നമ്പർ ആകും. ഓക്കെ. സോ ഏത് റിയൽ നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 is a real number and 2 can be written as 2 plus I0 എന്ന് എഴുതാം. സോ അതെന്തായി? കോംപ്ലക്സ് നമ്പർ ആയി. കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റിനെ നമ്മൾ റിയൽ നമ്പറിന്റെ സെറ്റിനെ R എന്ന് ഡിനോട്ട് ചെയ്യുന്ന പോലെ കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റിനെ നമ്മൾ C എന്ന് ഡിനോട്ട് ചെയ്യും. അത് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വരയും കൂടെ വരയ്ക്കാറുണ്ട്. സോ ഏത് റിയൽ നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാം. അതായത് ഏത് റിയൽ നമ്പർ എടുത്താലും അത് കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റിൽ ഉണ്ടാകും. ഓക്കെ. സോ വി സേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ നമ്പേഴ്സിനെ കുറിച്ച്. നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കും. നാച്ചുറൽ നമ്പേഴ്സ് ഓൾ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഓൾ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിന് മുന്നേ നമുക്ക് ഇൻഡിജേഴ്സ് എഴുതാം. ഇൻഡിജേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇൻഡിജേഴ്സ് റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. റാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ T എന്ന് ഡിനോട്ട് ചെയ്യും. അതും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടി. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് നമ്പറിനെയും കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാൻ കഴിയും. 1/2 എന്ന നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാൻ കഴിയും. യെസ്, 1/2 plus I0. Okay, so we say set of all real numbers is subset of complex numbers. So complex numberന്റെ സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? C is equal to അതിലെ നമ്പേഴ്സ് ഒക്കെ A plus IB ഫോമിലായിരിക്കും. such that Aയും Bയും റിയൽ നമ്പേഴ്സ് ആണ്. I is equal to root of -1. അങ്ങനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിനെ എഴുതാം. സോ നമ്മൾ സം സ്റ്റാൻഡേർഡ് സെറ്റ് പഠിച്ചതിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരെയാണ് പഠിച്ചത്. അതിന്റെ കൂടെ ഒരു നമ്പർ സിസ്റ്റം കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ. സോ നമ്മളിപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. If B is equal to 0, then Z is purely a real number. And if A is equal to 0, then Z is purely an imaginary number. Okay. So Z is equal to 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് റിയൽ നമ്പർ ആണ്. It's also a complex number because we know that every real numbers are complex numbers. Okay. So നമുക്ക് Z is equal to 2 is purely a real number എന്ന് പറയാം. A plus IB ഫോമില് ഇമാജിനറി പാർട്ട് 0 ആകുമ്പോൾ, അതേപോലെ റിയൽ പാർട്ട് 0 ആകുമ്പോൾ we get Z is equal to IB എന്ന് കിട്ടും. It is called a pure imaginary number. ഓക്കെ. അപ്പൊ ഒരു കാര്യം ഓർക്ക്, ഏത് റിയൽ നമ്പറിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പറിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. എന്നാൽ ഏത് കോംപ്ലക്സ് നമ്പറിനെയും റിയൽ നമ്പറിലേക്ക് മാറ്റി എഴുതാൻ കഴിയുമോ? ഇല്ല. I into 2 ഒരിക്കലും നമ്മൾ റിയൽ നമ്പറിലേക്ക് മാറ്റി എഴുതാൻ കഴിയില്ല. സോ അതും ഓർക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ദ റിലേഷൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആൻഡ് ഈസ് ലെസ് ദാൻ ആർ നോട്ട് ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് 2 real numbers. One is -1, other one is 4. And we can say which one is greater and which one is smaller. So we use the symbol this. So this is -1 is less than 4. അങ്ങനെ ഒരു രണ്ട് റിയൽ നമ്പറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് if I am taking -2 and -8, I can write -2 is greater than -8. സോ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ റിയൽ നമ്പേഴ്സിൽ പോസിബിൾ ആണ്. പക്ഷെ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള കമ്പാരിസൺ നടത്താറില്ല. Okay, suppose we are taking 2 numbers, 2 plus 3i and another one is -1 plus 5i. അപ്പൊ ഇതിൽ ഏതാണ് വലുത് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ. സോ കോംപ്ലക്സ് നമ്പേഴ്സിൽ ഇങ്ങനെയുള്ള കമ്പാരിസൺ, ഇങ്ങനെയുള്ള റിലേഷൻസ് ആർ നോട്ട് ഡിഫൈൻഡ്.
Okay, പിന്നെ നമ്മൾ കണ്ടതാണ് set of real numbers is a subset of the set of complex numbers. R is subset of the set of complex numbers. Okay, so ഈ മൂന്ന് കാര്യങ്ങളും ഓർത്ത് വെക്കുക. Z is equal to A plus IB എന്നുള്ളതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം. അതിൽ A 0 ആയാൽ Z is equal to IB എന്ന് കിട്ടും. That is called pure imaginary number. B 0 ayal we get Z is equal to A, that is called pure real number. Okay, and the relations greater than, less than are not defined in the set of complex numbers, and set of real numbers is subset of set of complex numbers.